UDF-നും കോൺഗ്രസിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുക തന്നെയാണല്ലോ ഞങ്ങളുടെ ജോലി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം UDF നടത്തുന്ന ജനവിരുദ്ധ നയങ്ങളെ സംബന്ധിച്ചിടത്തോളവും വികസന പ്രവർത്തനങ്ങളെ അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടി കാണിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ജനങ്ങളുടെ മുന്നിൽ ഒരു ക്യാമ്പയിൻ നടത്തുക തന്നെയാണ് ഞങ്ങളുടെ ജോലി. അത് ഭംഗിയായിട്ട് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യമില്ലേ അത്? അത് പറയാൻ കാരണം സംഘിക്കുട്ടിയെന്ന് എന്നെ വിളിച്ചു. കേരളത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4-5 പതിറ്റാണ്ട് കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് RSS-നെയും BJP-യും കോൺഗ്രസിനെയൊക്കെ തന്നെ ഒരേപോലെ നേരിട്ടുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്നത്. അങ്ങനെയുള്ള എന്നെ സംഘിക്കുട്ടിയെന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, സംഘിക്കുട്ടി ആണല്ലോ ഞാൻ. അപ്പം അതുകൊണ്ട് BJP-ക്ക് കേരള നിയമസഭയിൽ ഒരു സീറ്റ് വന്നത് നിയമത്തിൽ നിന്നാണ് ജയിച്ചു വന്നത്. രാജഗോപാൽ അദ്ദേഹം ജയിച്ച് വന്നു. വരാമോ തെരഞ്ഞെടുപ്പിൽ BJP-യെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചതാണ്. വളരെ സ്നേഹത്തോടു കൂടി, വളരെ ബഹുമാനത്തോടു കൂടി അദ്ദേഹം നിയമത്തെ മത്സരിക്കട്ടെ, അദ്ദേഹം വർഗീയ ശക്തികൾക്കെതിരെ ഞാൻ അന്തം വിട്ട് പോരാടും എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയല്ലേ പോരാടേണ്ടത്. അപ്പോൾ അദ്ദേഹം വരുന്നില്ല എന്ന് പറഞ്ഞു. വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അയാളുടെ നിയമസഭാ മണ്ഡലം, അയാളിപ്പോൾ ജയിച്ചു വന്ന പരവൂർ നിയമസഭ മണ്ഡലം എന്ന് പറയുന്നത് ജയിക്കാൻ സാധ്യത കുറവാണ്. കാരണം അവിടുത്തെ ജനങ്ങൾ മുഴുവൻ പല കാര്യങ്ങൾ കൊണ്ട് എതിരായിട്ട് നിൽക്കുകയാണ്. അവിടുത്തെ ഒരു അന്തരീക്ഷം അവിടുത്തെ ഒറ്റയ്ക്ക് UDF-ന് ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് BJP-യുമായിട്ടൊരു ഡീലുണ്ടാക്കിയിരിക്കുകയാണ്. നിയമവും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന മണ്ഡലവും തമ്മിൽ ഒരു ഡീലുണ്ടാക്കിയിരിക്കുകയാണ്. ആ ഡീല് അതിന് തെളിവൊന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. മുമ്പും അത് ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസിനത് പുത്തിരിയല്ല. കോൺഗ്രസ് മുമ്പും ഇതുപോലുള്ള ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയതിന്റെ ഫലമായി ഞാൻ തോറ്റിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. 10,000 വോട്ട് UDF പിടിച്ച കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് നിയമമണ്ഡലത്തിൽ. അത് ഡീലാണല്ലോ. ഇപ്പം മുരളീധരൻ മത്സരിച്ചപ്പോൾ അതിന്റെ 3 ഇരട്ടി കിട്ടിയല്ലോ വോട്ട്. പിന്നെ ഈ ബഹുമാനപ്പെട്ട ഗാന്ധിജിയെ ഞാൻ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞാണല്ലോ ഈ ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടും മനുഷ്യൻ കേട്ടാൽ അരയ്ക്കുന്ന നിലയിലുള്ള വൃത്തികെട്ട പ്രസംഗം അദ്ദേഹം നടത്തിയത്. ഞാൻ അങ്ങനെ ഒന്നും സോണിയാഗാന്ധിജിയെ മോശപ്പെടുന്ന രൂപത്തിൽ പറഞ്ഞില്ലല്ലോ. കോൺഗ്രസിലുള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ മദാമെന്ന് വിളിച്ചിട്ടില്ലേ അവരെ കോൺഗ്രസിലെ നേതാക്കന്മാർ? ഞാൻ ആ നിലയ്ക്കൊന്നും പോയില്ലല്ലോ. അതാ. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരെയും പരിഹസിക്കുക. ഞാനാണ് എല്ലാത്തിനും അതീതനായിട്ടുള്ള വ്യക്തി. ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള സ്ഥിതി എന്നറിയാം. സമയം നീണ്ടുകൊണ്ട് പോവുകയാണല്ലോ. കുറച്ച് സമയം കൂടുതലെടുത്തല്ലോ. കുറെ നല്ല കാര്യങ്ങളും പ്രഖ്യാപിച്ചല്ലോ. അസ്വസ്ഥനായിട്ടിരുന്ന് തിരിയണം. അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു, പുറകോട്ട് തിരിയുന്നു, എണീക്കുന്നു, അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു. അദ്ദേഹത്തിനല്ലാതെ ലോകത്ത് വേറെ ആരെ അദ്ദേഹം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അതിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വായു തോന്നിനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനെന്തായാലും മതിയാക്കി. ഇനി അയാൾക്ക് അവിടെ നിയമത്തൊന്ന് മത്സരിക്കാതിരിക്കുകയോ എന്തുവേണം ചെയ്തിട്ട് എന്തായാലും ഈ ഡീലിനെ സംബന്ധിച്ചിടത്തോളം തെളിവൊന്നുമില്ല. ചില വിവരങ്ങൾ കിട്ടിയിട്ടുള്ളതാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമെങ്കിലും ഇത്രയും ശക്തിയായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ BJP-ക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നിലപാട് എടുക്കുന്നു എന്നുള്ളതിൽ ഇടപെടണമെന്നുള്ള അഭിപ്രായമാണുള്ളത്.